ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുന്നേയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ഈ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലുള്ള ഫോക്കസ് ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതിൽ ആദ്യമായി വരുന്നത് NCERT സെക്ഷൻ 3.4, ദാറ്റ് ഈസ് ഓംസ് ലോ. ഈ ലോ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അറിയേണ്ടത് എന്താണ് കണ്ടക്ടേഴ്സ്. നമുക്കറിയാം, കണ്ടക്ടേഴ്സ് ആർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ ഈസിലി അലോ ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. അതായത് കറണ്ടിനെ വളരെ എളുപ്പത്തിൽ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനുള്ള കാരണവും നിങ്ങൾക്കറിയാം. കാരണം കണ്ടക്ടേഴ്സിൽ വളരെയധികം ഫ്രീ ഇലക്ട്രോൺസുകളുണ്ട്. അങ്ങനെ വളരെയധികം ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് കണ്ടക്ടേഴ്സ് എളുപ്പത്തിൽ കറണ്ടിനെ കടത്തിവിടുന്നത്. ശരിയല്ലേ? കൂടാതെ നിങ്ങൾക്കറിയാം, വെറുതെ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അതിന് കാരണം കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, അല്ലേ? കണ്ടക്ടേഴ്സിൻ്റെ രണ്ട് എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്തിയാൽ മാത്രമേ അതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോഴും അതിൽ വളരെയധികം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഫ്രീ ഇലക്ട്രോൺസ് എല്ലായ്പ്പോഴും റാൻഡം മോഷനിലാണ്. ഒരു നിശ്ചിത ദിശയിലല്ല അത് സഞ്ചരിക്കുന്നത്, റാൻഡം ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, നമ്മൾ കറണ്ടിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ദ കണ്ടക്ടർ അലോങ് ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഒരു നിശ്ചിത ദിശയിൽ സഞ്ചരിക്കുന്ന ചാർജുകളുടെ പ്രവാഹമാണ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ചാർജുകൾ, പ്രധാനമായിട്ട് ഫ്രീ ഇലക്ട്രോണുകൾ, റാൻഡമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഏവറേജ് വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് നെറ്റ് കറണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. എന്ത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ അതിലൂടെ ഒരു സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് കറണ്ടും അതുപോലെ അതിൻ്റെ രണ്ട് എൻഡിലും അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന നിയമമാണ് ഓംസ് ലോ. ദാറ്റ് ഈസ് ഓംസ് ലോ ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. മനസ്സിലായില്ലേ? ഇനി എന്താണ് ഓംസ് ലോ എന്ന് നോക്കാം. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: അണ്ടർ ദ സെയിം ഫിസിക്കൽ കണ്ടീഷൻ the current flowing through a conductor is directly proportional to the potential difference applied across the ends of the conductor. അതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്? സെയിം ആയി നിലനിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഓക്കെ, മെക്കാനിക്കൽ സ്ട്രെയിൻ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ആ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡിലും അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ഓംസ് ലോ. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ എഴുതാം: I പ്രൊപ്പോർഷണൽ ടു V അല്ലെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു I എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? V ഈക്വൽ ടു I ഇൻറ്റു R എന്ന് കിട്ടും. അവിടെ R എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. മനസ്സിലായില്ലേ? ഇതാണ് ഓംസ് ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. മനസ്സിലായോ? V ഈക്വൽ ടു I ഇൻറ്റു R. അതായത് R റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിലൂടെ I കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ V ഈക്വൽ ടു I ഇൻറ്റു R എന്ന് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓംസ് ലോ വെരിഫൈ ചെയ്യാനുള്ള സർക്യൂട്ട് ഡയഗ്രം ആണ്. ഈ സർക്യൂട്ട് ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇതായിരിക്കും, അതായത് ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഫോർ വെരിഫൈയിങ് ഓംസ് ലോ. അപ്പോൾ ഇതാണ് ആ സർക്യൂട്ട് ഡയഗ്രാം. നോക്കൂ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് റെസിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, വി ഈക്വൽ ടു ഐ ആർ എന്ന ഇക്വേഷനിൽ ആർ ആണ് റെസിസ്റ്റൻസ്. പക്ഷെ അതിൻ്റെ ശരിയായ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിന്റെ ഒരു ഇൻഹറന്റ് പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്, ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഐ. അതായത് കണ്ടക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. ഇതിന്റെ എസ് ഐ യൂണിറ്റ് ഓം ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ വസ്തുക്കളും ഓംസ് ലോ ഒബേ ചെയ്യണം നിർബന്ധമില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കളെയാണ് നിങ്ങൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഓമിക് കണ്ടക്ടേഴ്സ് എന്താണെന്ന് ചോദിക്കും. എന്താണ് ഓമിക് കണ്ടക്ടേഴ്സ്? ദ കണ്ടക്ടേഴ്സ് വിച്ച് ഒബേസ് ഓംസ് ലോ. ഓക്കെ, ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ചോദിച്ചാലോ? ഓമിക് കണ്ടക്ടറിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം മെറ്റൽസ് ആർ എക്സാമ്പിൾസ് ഫോർ ഓമിക് കണ്ടക്ടേഴ്സ്. അലൂമിനിയം, കോപ്പർ, ഇതെല്ലാം എന്താണ്, ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഇനി ഓംസ് ലോ ഒബേ ചെയ്യാത്ത വസ്തുക്കളെയാണ് നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആർ ദ കണ്ടക്ടേഴ്സ് വിച്ച് ഡസ് നോട്ട് ഒബേസ് ഓംസ് ലോ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. അതേപോലെ സെമി കണ്ടക്ടേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം നോൺ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറേ മെറ്റീരിയൽസ് തന്നിട്ട് അതിൽ ഏതാണ് ഓമിക് കണ്ടക്ടേഴ്സ്, ഏതൊക്കെയാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാം. സോ ഈ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓമിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ വി ഐ ഗ്രാഫ് എങ്ങനെയാണ് വരക്കുന്നത്, അതായത് വോൾട്ടേജും കറണ്ടും തമ്മിൽ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കളെയാണ് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വി പ്രൊപ്പോർഷണൽ ടു ഐ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, അത് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. മനസ്സിലായോ? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ, അതായത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താണ് കിട്ടുക? അപ്പോൾ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവിടെ തീറ്റ മാർക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? ഡെൽറ്റ ഐ ആണ്. അഡ്ജസൻറ്റ് സൈഡിൽ വരുന്നത് ഏതാണ്? ഡെൽറ്റ വി ആണ്. അതുകൊണ്ട് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്നാ വരിക. നമുക്കറിയാം ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ്. therefore ഐ ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/r ആണ്. സോ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്നത് കണ്ടക്റ്റൻസ് എന്നാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/r, ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്റ്റൻസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓം ഇൻവേഴ്സ് ആണ്. അപ്പോൾ എസ് ഐ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ഓം ഇൻവേഴ്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മോ, MHO, മോ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ദിസ് ഈസ് ഓൾസോ കോൾഡ് സീമൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ യൂണിറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? ഓമിക് കണ്ടക്ടറിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ചോദിക്കും, അല്ലെങ്കിൽ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഷേപ്പാണ് ചോദിച്ചെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. വരക്കാനാണ് പറഞ്ഞതെങ്കിൽ ഈ രീതിയിൽ വരക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ, അതായത് കറണ്ട് y ആക്സിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് x ആക്സിലും എടുത്താണ് നിങ്ങൾ ഗ്രാഫ് വരച്ചതെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും?
1/r കണ്ടക്റ്റൻസ് ആയിരിക്കും. നേരെ തിരിച്ചാണ് വരച്ചതെങ്കിലോ y ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്സ് ആക്സിൽ കറണ്ടുമാണ് എടുത്തതെങ്കിൽ അങ്ങനെ എടുത്താണ് വരച്ചതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ടാൻ തീറ്റ സ്ലോപ്പ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെസിസ്റ്റൻസ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. എന്താണ് ഡിപ്പെൻഡൻസ് എന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ലെങ്ത് ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡബിൾ ആവുന്നു. ലെങ്ത് 3 ടൈംസ് ആക്കിയാൽ റെസിസ്റ്റൻസ് എത്രയാവും? 3 ടൈംസ് ആയി മാറും. മനസ്സിലായില്ലേ? കൂടാതെ ഇത് കണ്ടക്ടറിന്റെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. എന്താണ് ഡിപ്പെൻഡൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ആ റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ ഏരിയ ഡബിൾ ചെയ്താൽ റെസിസ്റ്റൻസ് ഹാഫായി മാറും എന്നർത്ഥം. മനസ്സിലായില്ലേ? കൂടാതെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചർ ഓഫ് ദ കണ്ടക്ടർ. മൂന്നാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചർ ഓഫ് ദ കണ്ടക്ടറിനെയാണ്. കണ്ടക്ടർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് അല്ല അലൂമിനിയത്തിന്. അങ്ങനെ മെറ്റീരിയൽ മാറും തോറും എന്ത് ചെയ്യും? അതിൻ്റെ റെസിസ്റ്റൻസ് മാറും. കൂടാതെ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. മനസ്സിലായോ? ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. നമ്മൾ പഠിച്ചു റെസിസ്റ്റൻസ് പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. അണ്ടർ ദ സെയിം ടെമ്പറേച്ചർ or when the temperature is kept constant, നമുക്ക് പറയാം resistance of the conductor is directly proportional to the length of the conductor and it is also inversely proportional to the area of cross section. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുകയാണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. then we can write the equation as R is equal to rho L divided by A. അവിടെ റോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസിസ്റ്റിവിറ്റി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L. ഇതാണ് റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ. മനസ്സിലായില്ലേ? ഇനി റെസിസ്റ്റിവിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ ദ നാച്ചർ ഓഫ് ദ കണ്ടക്ടർ. ഈ രണ്ട് കാര്യങ്ങളെയാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരിക്കലും ആ കണ്ടക്ടറിന്റെ ലെങ്തിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിന്റെ ലെങ്തിനോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ മാറ്റം വരുത്തിയാലും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യില്ല? മാറില്ല. റെസിസ്റ്റിവിറ്റി റിമെയിൻസ് ദ സെയിം. ടെമ്പറേച്ചർ മാറ്റിയാൽ റെസിസ്റ്റിവിറ്റി മാറും. അതുപോലെ തന്നെ മെറ്റീരിയൽ മാറ്റിയാലും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? മാറും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ വി ഗെറ്റ് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആസ് ഓം മീറ്റർ. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാര്യം കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. നമ്മൾ ഓൾറെഡി ഓംസ് ലോ പഠിച്ചു കഴിഞ്ഞു. ഓംസ് ലോ എന്താണ്? V is equal to I into R. ഇവിടെയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും സ്കേലാർ ആണ്. അതുകൊണ്ട് ഇത് സ്കേലാർ ഫോം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്കേലാർ ആണ്, കറണ്ട് സ്കേലാർ ആണ്, റെസിസ്റ്റൻസ് എന്താണ്? സ്കേലാർ ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റണം. ഇത് വെക്റ്റർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് റെസിസ്റ്റൻസിനെ ലെങ്തിൻ്റെയും ഏരിയയുടെയും ടേമിലേക്ക് മാറ്റി എഴുതുന്നു. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം R ഈക്വൽ ടു റോ L ബൈ A ആണ്. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് റോ L ബൈ A എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? V ഈക്വൽ ടു I ഇൻറ്റു റോ L ബൈ A എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിനെ റീറൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് V ബൈ L ഈസ് ഈക്വൽ ടു I ബൈ A ഇൻറ്റു റോ എന്ന് കിട്ടും. ലെങ്ത്തിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റി. അപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് V ബൈ L ഈക്വൽ ടു I ബൈ A ഇൻറ്റു റോ. എന്താണ് V ബൈ L? V എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡിലും കൂടി അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. L എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്.
അപ്പോൾ നമുക്കറിയാം V/L എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് V/L. സോ E ഈക്വൽ ടു V/L എന്ന് എഴുതാം. ശരി, അപ്പോൾ V/Lൻ്റെ സ്ഥാനത്ത് നമുക്ക് E എന്ന് കൊടുക്കാം. ഓക്കെ, വാട്ട് ഈസ് I/A? റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ടേമാണ് I/A, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. J എന്നാണ് വിളിക്കുന്നത്. എന്താണ് കറണ്ട് ഡെൻസിറ്റി? J. സോ ദിസ് ഇക്വേഷൻ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു E ഈക്വൽ ടു J ഇൻറ്റു റോ. അവിടെ E എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഡ്യൂ ടു ദ അപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആൻഡ് J ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. ആൻഡ് J ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് ദ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? J ഈക്വൽ ടു E/ρ എന്ന് എഴുതാം. ഓക്കെ, അവിടെ 1/ρ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി സിഗ്മ. സോ വി ക്യാൻ റൈറ്റ് J ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E. ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, കറണ്ട് ഡെൻസിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമുക്കിതിനെ വെക്റ്റർ ഫോമിലേക്ക് എഴുതാം. J വെക്റ്റർ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E വെക്റ്റർ. ഇതാണ് വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. അവിടെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റിയാണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. അപ്പം 1/Ohm മീറ്റർ എന്ന് പറയുമ്പോൾ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. വാട്ട് ഈസ് ഓം ഇൻവേഴ്സ്? സീമൻ. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് സീമൻ മീറ്റർ ഇൻവേഴ്സ്. ഇതാണ് വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ സെക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. വെക്റ്റർ ഫോം ഓഫ് എ ലോ ക്യാൻ ബി റിട്ടൺ ആസ് J വെക്റ്റർ ഈസ് ഈക്വൽ ടു സിഗ്മ E വെക്റ്റർ. ദ ഇക്വേഷൻ ഈസ് ആൻ ഇക്വലന്റ് ഫോം ഓഫ് ഫേമസ് ലോ. നെയിം ദ ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. J ഈസ് ഈക്വൽ ടു സിഗ്മ E എന്ന് പറയുന്നത് ഏത് ലോ ആണ്? ദിസ് ഈസ് ആക്ച്വലി ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഓക്കെ, സോ നമുക്കറിയാം ഇതെന്താണ്? ദിസ് ഈസ് ആക്ച്വലി ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ ആണ്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ J എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ആണെന്ന് നമുക്കറിയാം. സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഏതിൻ്റെ ഡയറക്ഷനാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഏതിൻ്റെ ഡയറക്ഷൻ? കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും എന്താണ്? പാരലൽ ആണെന്ന് അർത്ഥം. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ടേബിൾ ഗിവൺ ഷോസ് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് റിലേഷൻഷിപ്പ് ഓഫ് എ ഡിവൈസ്. അപ്പോൾ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്രോ VI ഗ്രാഫ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗ്രാഫ് എക്സ്പ്ലെയിൻ വെദർ ദ ഡിവൈസ് ഈസ് ഷോയിങ് ഓമിക് ഓർ നോൺ ഓമിക് ബിഹേവിയർ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് വിയും ഐയും തമ്മിൽ ഗ്രാഫ് വരക്കാം. അപ്പോൾ ഈ വാല്യൂസ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരക്കുക. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫ് ആയിരിക്കും. ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഈ കേസിൽ VI ഗ്രാഫ് എന്തല്ല? സ്ട്രെയിറ്റ് ലൈൻ അല്ല. സോ വി ക്യാൻ സേ VI ഗ്രാഫ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. അതുകൊണ്ട് ഇതെന്തല്ല? ഇതൊരു ഓമിക് കണ്ടക്ടർ അല്ല. സോ ദിസ് റെപ്രസെന്റ്സ് വാട്ട്? ദിസ് റെപ്രസെന്റ്സ് എ നോൺ ഓമിക് കണ്ടക്ടർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. കാരണം എന്താണ്? ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ന് പറഞ്ഞാൽ V പ്രൊപ്പോർഷണൽ ടു I അല്ല. സോ ഇറ്റ് ഈസ് എ നോൺ ഓമിക് കണ്ടക്ടർ. അപ്പോൾ നോൺ ഓമിക് ബിഹേവിയർ ആണ് ഈ മെറ്റീരിയൽ കാണിക്കുന്ന അർത്ഥം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നെയിം 2 ഡിവൈസസ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ. ഓംസ് ലോ ഒബേ ചെയ്യാത്ത 2 ഡിവൈസുകളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ നോൺ ഓമിക് ഡിവൈസിന് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് നോൺ ഓമിക് ഡിവൈസിന് എക്സാമ്പിൾസ്? ഒന്ന് ഡയോഡ് ആണ്, രണ്ടാമത്തെ എന്താണ്? ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ് ആർ എക്സാമ്പിൾസ് ഫോർ നോൺ ഓമിക് ഡിവൈസസ്. അതുപോലെ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റൽസ് ആർ എക്സാമ്പിൾസ് ഫോർ വാട്ട്? ഓമിക് കണ്ടക്ടേഴ്സ്. Nichrome is an example for ohmic conductor. Aluminium,
കോപ്പർ, ഇതെല്ലാം എന്താണ് ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. നോൺ ഓമിക് കണ്ടക്ടർ അല്ലെങ്കിൽ നോൺ ഓമിക് ഡിവൈസിന് എക്സാമ്പിൾ ആണ് ഇത് ഡയോഡ്, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബേസ് ഓംസ് ലോ? ഇതിൽ ഏതാണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ ഒരു ഓമിക് ഡിവൈസ് അല്ല, അല്ലെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, അത് നോൺ ഓമിക് ആണെന്നറിയാം. അതുപോലെ ഡയോഡ് എന്താണ്? നോൺ ഓമിക് ആണ്. ലിക്വിഡ് ഇലക്ട്രോലൈറ്റും എന്താണ്? നോൺ ഓമിക് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് വാട്ട്? ഏതാണ് ഇവിടെ ഓംസ് ലോ ഒബേ ചെയ്യുന്നത്? നിക്രോം ഒബേസ് ഓംസ് ലോ. സോ ആൻസർ ഈസ് നിക്രോം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm. ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 10% ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. വാട്ട് വിൽ ബി ദ ന്യൂ റെസിസ്റ്റൻസ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് എത്രയാണ്? 10 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ലെങ്ത് എന്ത് ചെയ്തു? 10% എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. അതായത് ഒറിജിനൽ ലെങ്ത്തിന്റെ 10% സ്ട്രെച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം അതിന്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഐഡിയ എന്താണ്? റെസിസ്റ്റൻസും ലെങ്ത്തും തമ്മിലുള്ള ഒരു റിലേഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ റോ എൽ ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കുക, ആദ്യത്തെ ഏരിയ എ ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എത്രയാണ്? റോ എൽ ബൈ എ ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 10 ohm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന്റെ 10% ലെങ്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലേ? അതായത് ഫൈനൽ ലെങ്ത് എത്രയാണ്? ആഫ്റ്റർ സ്ട്രെച്ചിങ് വാട്ട് ഈസ് ദ ഫൈനൽ ലെങ്ത്? എൽ ഡാഷ് ആണ്. എൽ ഡാഷ് എത്രയാ? എല്ലിനേക്കാൾ എത്ര ശതമാനം കൂട്ടി? 10% എന്ന് പറഞ്ഞാൽ 10% ഓഫ് ദ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് കിട്ടുന്നത്? എൽ പ്ലസ് 10 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.1 എൽ. അതായത് ഫൈനൽ ലെങ്ത് എത്രയാണ്? എൽ ഡാഷ് ഈസ് ഈക്വൽ ടു 1.1 എൽ ആണെന്ന് മനസ്സിലായി. സോ ദിസ് ഈസ് ദ ഫൈനൽ ലെങ്ത് ആഫ്റ്റർ സ്ട്രെച്ചിങ്. മനസ്സിലായില്ലേ? ഇനി ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഏരിയക്ക് മാറ്റം ഉണ്ടാവും, പക്ഷെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വോളിയം എന്താണെന്ന് പറയാം. വോളിയം ഈസ് കോൺസ്റ്റന്റ് എന്നെടുക്കാം. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഏരിയക്ക് മാറ്റം വരും, ബട്ട് വാട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്? വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. എങ്ങനെയാ വോളിയം കണ്ടുപിടിക്കുക? വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ എ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻറ്റു എൽ ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയുള്ള കേസിൽ എ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എ ഡാഷ് ഇൻറ്റു വാട്ട് ഈസ് എൽ ഡാഷ് ദർ? എൽ ഡാഷ് ഈസ് 1.1 ഇൻറ്റു എൽ ആണ്. ശരിയല്ലേ? അപ്പോൾ എ ഡാഷ് എത്രയാണ് കിട്ടുന്നത്? എ ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എ ഡാഷ് ഈക്വൽ ടു എ എൽ ഡിവൈഡഡ് ബൈ 1.1 എൽ എന്ന് പറയുമ്പോൾ എ ഡിവൈഡ് ബൈ എത്രയായി മാറി? 1.1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് എ ഡാഷ്. അപ്പോൾ നിങ്ങൾക്ക് എൽ ഡാഷ് കിട്ടി, എ ഡാഷ് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ്? ആർ ഡാഷ് ഈക്വൽ ടു റോ എൽ ഡാഷ് ഡിവൈഡ് ബൈ എ ഡാഷ് എന്ന് എഴുതാം. അവിടെയുള്ള കേസിൽ റോ മാറുന്നില്ല, ലെങ്ത് എത്രയായി മാറി? 1.1 എൽ ആയി മാറി. ഏരിയ എത്രയാണ്? എ ഡിവൈഡഡ് ബൈ 1.1 ആണ്. ശരിയല്ലേ? 1.1 മുകളിലേക്ക് പോയാൽ 1.1 ഹോൾ സ്ക്വയർ കിട്ടും. സോ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 1.1 ഹോൾ സ്ക്വയർ ഇൻറ്റു റോ എൽ ഡിവൈഡ് ബൈ എ എന്ന് കിട്ടി. ദാറ്റ് ഈസ് വാട്ട്? 1.1 ഹോൾ സ്ക്വയർ ഇൻറ്റു റോ എൽ ഡിവൈഡ് ബൈ എ ഈസ് വാട്ട്? ഇനീഷ്യൽ റെസിസ്റ്റൻസ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 1.21 ആർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ റെസിസ്റ്റൻസ് ആഫ്റ്റർ സ്ട്രെച്ചിങ് ദ വയർ. മനസ്സിലായില്ലേ? ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതായത് എൽ ഡാഷ് എന്ന് പറയുന്നത് 10% കൂട്ടി എന്ന് പറയുമ്പോൾ എൽ ഡാഷ് ഈക്വൽ ടു എൽ പ്ലസ് 10/100 എൽ ആണ്. ദാറ്റ് യു ഗോട്ട് 1.1 എൽ എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഫൈനൽ ലെങ്ത് എത്രയാണ്? n ടൈംസ് എൽ എന്നാണ്. അപ്പോൾ ലെങ്ത് n ടൈംസ് ആക്കിയാൽ എത്രയാണ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഇവിടെ n എത്രയാ? 1.1 അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നോക്കൂ. 1.1 സ്ക്വയർ ഇൻറ്റു ആർ എന്നാണ് കിട്ടിയത്. വാട്ട് ഈസ് 1.1 സ്ക്വയർ? 1.1 ഈസ് ഹിയർ വാട്ട്? n ആണ് അല്ലേ? ഈ n അല്ലേ ഇവിടെയുള്ള 1.1 എന്ന് പറയുന്നത്. അപ്പോൾ n സ്ക്വയർ ആർ ആണ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി എന്താണ്? n സ്ക്വയർ ആർ ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കിട്ടി. എന്താ ഷോർട്ട് കട്ട് ഇക്വേഷൻ? ലെങ്ത് എത്രയാക്കുകയാണെങ്കിൽ
ഫൈനൽ ലെങ്ത് n ടൈംസ് L ആണെങ്കിൽ, ഒറിജിനൽ ലെങ്ത് ആണെങ്കിൽ ഫൈനൽ റെസിസ്റ്റൻസ് എത്രയാണ്? R ഡാഷ് ഈക്വൽ ടു n സ്ക്വയർ R ആണ്. ഇത് പഠിച്ചു വെക്കുക. ഇത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ കിട്ടുക? R ഡാഷ് ഈക്വൽ ടു 1.21 R ആണ്. R എത്രയാണ്? 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1.21 ഇൻറ്റു 10 എന്ന് കിട്ടും. ദാറ്റ് ഇസ് വാട്ട് 12.1 ഓം എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായില്ല? അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് കുറേ പ്രാവശ്യം ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? ദ റെസിസ്റ്റൻസ് ഓഫ് എ 20 സെന്റിമീറ്റർ ലോങ് വയർ ഈസ് 5 ഓം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ വയർ എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ആ സമയത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 5 ഓം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു എ യൂണിഫോം വയർ ഓഫ് ലെങ്ത് 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് എത്രയാക്കി മാറ്റി? 40 സെന്റിമീറ്റർ ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സ്ട്രെച്ചിങ് ദ വയർ ഇറ്റ്സ് ലെങ്ത് ഈസ് L ഡാഷ്. അത് എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ലെങ്ത് എന്ത് ചെയ്തു എന്നർത്ഥം? ഡബിൾ ചെയ്തു അല്ലേ? സോ L ഡാഷ് ഈക്വൽ ടു 2L ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് എഴുതാം? L ഡാഷ് ഈക്വൽ ടു n ഇൻറ്റു L എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ലെങ്ത് എത്ര ടൈംസ് ആക്കി മാറ്റി? n ടൈംസ് ആക്കി മാറ്റി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n ഹിയർ? n ഈസ് ആക്ച്വലി 2 ടൈംസ് ആക്കി മാറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് ദ ലെങ്ത് ഈസ് സ്ട്രെച്ച്ഡ് ടു n ടൈംസ് ദ ഒറിജിനൽ ലെങ്ത്, ദാറ്റ് ഈസ് ഇഫ് L dash is equal to n into L, then the new resistance is given by R dash is equal to n square R എന്നാണ്. ശരിയല്ലേ? ഇവിടെ n എത്രയാണ്? 2 ടൈംസ് ആണ്. അപ്പോൾ എന്താ കിട്ടുക? 2 സ്ക്വയർ ഇൻറ്റു R എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു R അല്ലേ? ഇവിടെ R എത്രയാണ്? R 5 ഓം ആണ്. സോ ദ ആൻസർ ഈസ് വാട്ട്? 4 ഇൻറ്റു 5. സോ ദ ആൻസർ ഈസ് 20 ഓം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 20 ഓം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കൃത്യമായി ചെയ്യുന്ന മെത്തേഡ് ആകെ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? എ സ്റ്റഡി കറന്റ് ഫ്ലോസ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഈസ് എ കോൺസ്റ്റന്റ് അലോങ് ദ കണ്ടക്ടർ. അപ്പോൾ ഒരു നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ തന്നിട്ടുണ്ട്. അതിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? സ്റ്റഡി കറണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ ഏതാണ് കോൺസ്റ്റന്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? സ്റ്റഡി കറണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസറിൽ ഒന്നാമത്തെ ആൻസർ ഏതാ വരുന്നത്? എ, കറണ്ട് എന്താണ്? സ്റ്റഡി കറണ്ട് ആണ്. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് ശരിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, കറണ്ട് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം കറണ്ട് ഡെൻസിറ്റി J ഈസ് ഈക്വൽ ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ കറണ്ട് എന്താണ്? കറണ്ട് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം കറണ്ട് ഡെൻസിറ്റി കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് എ വേരിയബിൾ. അപ്പോൾ ഈ കേസിൽ ഇതെന്താണ്? വേരിയബിൾ ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് ചോദിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണോ ഈ കേസിൽ? അപ്പോൾ നമുക്കറിയാം കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E എന്നാണ് പഠിച്ചത്. ദാറ്റ് ഈസ് കോൾഡ് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ സിഗ്മ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെയുള്ള കേസിൽ E പ്രൊപ്പോർഷണൽ ടു എന്താണ്? J ആണ്. ഇവിടെ J എന്താണ്? കറണ്ട് ഡെൻസിറ്റി. അത് വേരിയബിൾ അല്ലേ? അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡും എന്താണ്? വേരിയബിൾ ആണ്. അത് കോൺസ്റ്റന്റ് അല്ല എന്നർത്ഥം. ശരിയല്ലേ? അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രിഫ്റ്റ് സ്പീഡ് ആണ് അല്ലേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു n ഇൻറ്റു A ഇൻറ്റു E ഇൻറ്റു VD. ഇവിടെ VD എന്ന് പറയുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ മാറ്റി എഴുതി എന്താ കിട്ടുക? VD ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ n ഇൻറ്റു A ഇൻറ്റു E എന്ന് എഴുതാം അല്ലേ? വാട്ട് ഈസ് I ബൈ A? ദാറ്റ് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി J. Therefore it is J divided by n into E. അവിടെ n-ഉം E-യും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള കേസിൽ J എന്താണ്? വേരിയബിൾ അല്ലേ? കറണ്ട് ഡെൻസിറ്റി വേരിയബിൾ അല്ലേ? അതുകൊണ്ട് ഈ കേസിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് സ്പീഡും എന്താണ്? വേരിയബിൾ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരാൻ സാധ്യതയുള്ളത്? കറണ്ട് ആണ്. സോ ദ ആൻസർ ഈസ് കറണ്ട്. മനസ്സിലായല്ലോ? സോ ദിസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്?
The resistance R of a conductor depends on the length L, area of cross section A, and resistivity of the material rho. Write an expression connecting R, L, A and rho. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റെസിസ്റ്റൻസും ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് R equal to rho L divided by A ആണ്. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇഫ് ദ കണ്ടക്ടർ ഈസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റിവിറ്റി ലെങ്ത്തിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റിവിറ്റി റോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ട്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്ത്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ലെങ്ത് ഡബിൾ ആക്കിയതുകൊണ്ട് റെസിസ്റ്റിവിറ്റി മാറുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം റെസിസ്റ്റിവിറ്റി റിമെയിൻസ് ദ സെയിം. സോ ദ ആൻസർ ഈസ് റെസിസ്റ്റിവിറ്റി ഈസ് സെയിം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ദ വോൾട്ടേജ് കറണ്ട് വേരിയേഷൻ ഓഫ് ടു മെറ്റാലിക് വയേഴ്സ് എക്സ് ആൻഡ് വൈ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആർ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെറ്റീരിയൽസിൻ്റെ വി ഐ ഗ്രാഫ് തന്നിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്യൂമിങ് ദാറ്റ് ദ വയർ ഹാസ് ദ സെയിം ലെങ്ത്, രണ്ട് വയറിൻ്റെയും ലെങ്ത് സെയിം ആണ്, അതുപോലെ തന്നെ ഡയമീറ്റർ എന്താണ്? സെയിം ആണ്. എക്സ്പ്ലെയിൻ വിച്ച് ഓഫ് ദ വയർ വിൽ ഹാവ് ദ ലാർജർ റെസിസ്റ്റിവിറ്റി എന്നാണ് ചോദ്യം. ആരുടെ റെസിസ്റ്റിവിറ്റിയാണ് കൂടുതൽ എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ നമുക്കറിയാം വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? ഇതാണ് തീറ്റ. അപ്പോൾ നിങ്ങൾക്കറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ ഐ, ആൻഡ് അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് ഡെൽറ്റ വി. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ഡിവൈഡ് ബൈ ഡെൽറ്റ വി ആണ്. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r. ശരിയല്ലേ? അപ്പോൾ 1/r. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 സ്ലോപ്പ് ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് എന്താണ്? സ്ലോപ്പ് ആണ്. ഇവിടെ ആരുടെ സ്ലോപ്പാണ് കൂടുതൽ? ഈ കേസിൽ നമുക്കറിയാം ഏതാണ്? സ്ലോപ്പ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് വൈ. ശരിയല്ലേ? ആ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാമല്ലോ. സ്ലോപ്പ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് വൈ. അപ്പോൾ സ്ലോപ്പ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരുടെ റെസിസ്റ്റൻസ് ആണ് കുറവ്? സ്ലോപ്പ് കൂടിയതിൻ്റെത്. സ്ലോപ്പ് ഏതിനാ കൂടുതൽ? എക്സിനല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ എക്സ് ഈസ് ലെസ് ദാൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ വൈ. ശരിയല്ലേ? ഇനി റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റോ എൽ ബൈ എ ആണ്. സോ റോ എക്സ് ഇൻറ്റു എൽ എക്സ് ഡിവൈഡ് ബൈ എ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ലെസ് ദാൻ റോ വൈ ഇൻറ്റു എൽ വൈ ഡിവൈഡഡ് ബൈ എ വൈ എന്ന് എഴുതാം. ഇനി കേസിൽ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എൽ എക്സും എൽ വൈയും എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? സെയിം ആണ്, അല്ലേ? സെയിം ഡയമീറ്റർ എന്നാണ് പറയുന്നത്. സെയിം ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏരിയ കോൺസ്റ്റന്റ് ആണ്. കാരണം നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്, അല്ലേ? അപ്പോൾ ഡയമീറ്റർ സെയിം എന്ന് പറയുമ്പോൾ റേഡിയസ് സെയിം. അതുകൊണ്ട് രണ്ടിൻ്റെ ഏരിയ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഏരിയാസ് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? റോ എക്സ് ഈസ് ലെസ് ദാൻ റോ വൈ. അപ്പോൾ ആരുടെ റെസിസ്റ്റിവിറ്റിയാണ് കൂടുതൽ ഇവിടെ? റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ വൈ ഈസ് ഗ്രേറ്റർ ദാൻ റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ എക്സ്. മനസ്സിലായോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? ദ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ്സ് for two resistors of the same material and same radii with length L1 and L2 are shown in figure. If L1 is greater than L2, state with reason which of these graphs represents voltage current change for L1. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് രണ്ട് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് രണ്ട് ഗ്രാഫുകൾ? ഒന്ന് ബിയും ഒന്നെന്താണ്? എയുമാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ വി ഐ ഗ്രാഫല്ലേ തന്നത്. അപ്പോൾ വി ഐ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു. എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി, അല്ലേ? എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക? നമ്മളിവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക തീറ്റ.
അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ വൈ ആക്സ് ആണ് അല്ലേ. വൈ ആക്സിൽ എന്താണുള്ളത്? വോൾട്ടേജ് ആണുള്ളത്. അപ്പോൾ ഇത് ഡെൽറ്റ വി ആണ്. ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്, ദറ്റ് ഈസ് വാട്ട് ഡെൽറ്റ ഐ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താണ് കിട്ടുന്നത്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, isn't it? അപ്പോൾ ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഡെൽറ്റ ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയുള്ള കേസിൽ സ്ലോപ്പ് എന്തിന് ഈക്വൽ ആണ്? റെസിസ്റ്റൻസിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഏത് ഗ്രാഫാണ് L1ന്റെ ഗ്രാഫ് എന്നാണ് ചോദ്യം അല്ലേ. L1 ലെങ്ത് ഉള്ള കണ്ടക്ടറിന്റെ ഗ്രാഫ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ ടേംസ് ഓഫ് ലെങ്ത് ഇറ്റ് ഈസ് റോയൽ ഡിവൈഡ് ബൈ എ. ഇവിടെയുള്ള കേസിൽ പറഞ്ഞു കണ്ടോ, രണ്ടും എന്താണ്? സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സെയിം റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസ് സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ്? സെയിം ആണ് എന്നർത്ഥം. അതുപോലെ സെയിം റേഡിയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ രണ്ടിൻ്റെ എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെയുള്ള കേസിൽ റെസിസ്റ്റിവിറ്റിയും ലെങ്ത്തും രണ്ടിൻ്റെ കേസിലും സെയിം ആയതുകൊണ്ട് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞത് ലെങ്ത് L1 ഈസ് ഗ്രേറ്റർ ദാൻ L2 എന്നാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഓഫ് ലെങ്ത് L1 ഈസ് ഗ്രേറ്റർ ദാൻ റെസിസ്റ്റൻസ് ഓഫ് വയർ ഓഫ് ലെങ്ത് L2. സോ R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ? R1നാണ് കൂടുതൽ അല്ലേ. റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? സ്ലോപ്പ് കൂടണം. ബിക്കോസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ നിങ്ങൾക്ക് പറയാം സ്ലോപ്പ് ഓഫ് ദ വയർ L1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ സ്ലോപ്പ് ഓഫ് ദ വയർ L2 അല്ലേ. ഇവിടെ ഏതിൻ്റെ സ്ലോപ്പാണ് കൂടുതൽ? എ ആണോ ബി ആണോ? ബി എന്ന ലൈനിൻ്റെ സ്ലോപ്പല്ലേ കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഏതാണ് L1ന്റെ റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ L1ന്റെ വി ഐ ഗ്രാഫ് കാണിക്കുന്നത് ഏത് ലൈനാണ്? ബി ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് ബി ഈസ് ദ ഗ്രാഫ്, ഓക്കെ, കറസ്പോണ്ടിങ് ടു വയർ ഓഫ് ലെങ്ത് L1. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടി. എന്താണ്? വി ഐ ഗ്രാഫാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്നോ വെറുതെ എഴുതാൻ പാടില്ല, മനസ്സിലായി? അത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി സെയിം എന്നർത്ഥം. സെയിം റേഡിയൈ എന്ന് പറഞ്ഞാൽ ഏരിയ സെയിം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കും, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.